വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ 1990-ൽ ഇറങ്ങിയ സിനിമയാണ് ലാൽ സലാം. സ്ക്രിപ്റ്റ് റൈറ്റിംഗും അദ്ദേഹം തന്നെയായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കവും വളർച്ചയും വികാസവും മാറ്റവും ഒക്കെ വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് മനോഹരമായി ഉണ്ടാക്കിയൊരു സിനിമയാണ് ലാൽ സലാം. മോഹൻലാൽ, മുരളി, ഗീത എന്നിവർ ചെയ്ത കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൽ പങ്കാളികളായിരുന്ന വർഗീസ് വൈദ്യൻ, TV തോമസ്, KR ഗൗരിയമ്മ എന്നിവരുടെ റഫറൻസിൽ നിന്നും എടുത്തതാണ്. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കത്തിലെ സംഭവ വികാസങ്ങളാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. തൊഴിലാളി വർഗത്തെ അമിതമായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ജന്മിത്ത വ്യവസ്ഥയ്ക്കെതിരെ പാവപ്പെട്ട തൊഴിലാളികളുടെ ഉന്നമനത്തിനായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എതിർക്കാനിറങ്ങിയവരാണ് സ്റ്റീഫൻ നെട്ടൂരാൻ, DK ആന്റണി, സേതുലക്ഷ്മി എന്നിവർ. കമ്മ്യൂണിസം ഒരു നിയമലംഘനമായി കണ്ടിരുന്ന കാലത്താണ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇറങ്ങുന്നത്. മേടയിൽ ഇട്ടിച്ചൻ എന്നൊരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ പ്രിന്റിംഗ് പ്രസ് നടത്തുകയാണ് സ്റ്റീഫൻ നെട്ടൂരാൻ. അയാളുടെ മകൾ അന്നമ്മയെ സ്റ്റീഫന് ഇഷ്ടവുമാണ്. ഇവരുടെ ഒത്താശയോടെ നടന്ന ഒരു കർഷക പ്രക്ഷോഭത്തിൽ ഒരു നാട്ടുപ്രമാണി കൊല്ലപ്പെട്ടു. ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികൾ ഇവർ 3 പേരുമാണ് എന്ന രീതിയിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. അതിനാൽ 3 പേരും ഒളിവിൽ പോകുന്നു. ഇവരെ അന്വേഷിക്കാനെന്ന പേരിൽ ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികളെ പോലീസ് ചൂഷണം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. സേതുലക്ഷ്മി പോലീസ് പിടിയിലാവുന്നു. ഇതറിഞ്ഞ് സ്റ്റീഫനും ആന്റണിയും പോലീസിൽ കീഴടങ്ങുന്നു. അവർ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അകപ്പെടുന്നു. അവരുടെ ജയിൽവാസ സമയത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നു. 3 പേരും ജയിൽ മോചിതരാവുമ്പോൾ പാർട്ടി സഖാക്കൾ അവരെ വീരപരിവേഷം നൽകി മാലയിട്ട് സ്വീകരിക്കുന്നു. താമസിയാതെ നടന്ന ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു. DK ആന്റണിയും സേതുലക്ഷ്മിയും പാർട്ടി ഓഫീസിൽ വെച്ച് വിവാഹിതരാവുന്നു. സ്റ്റീഫൻ നെട്ടൂരാൻ്റെയും മറ്റു പാർട്ടി പ്രവർത്തകരുടെയും പിന്തുണയോടെ DK ആന്റണിയും സേതുലക്ഷ്മിയും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ആന്റണി വ്യവസായ മന്ത്രിയും സേതുലക്ഷ്മി ഹോം മിനിസ്റ്ററും ആവുന്നു. ഇതേസമയം നെട്ടൂരാൻ്റെ ഭാര്യ അന്നമ്മ ഗർഭിണിയാവുകയും അന്നമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പൈസ പോലും നെട്ടൂരാൻ്റെ കയ്യിൽ ഇല്ലാതാവുന്നു. വീട്ടുകാരുടെ ഇഷ്ടവും സമ്മതവുമില്ലാതെ നെട്ടൂരാനോടൊപ്പം ഇറങ്ങിപ്പോന്നതാണ് അന്നമ്മ. അതിനാൽ അന്നമ്മയുടെ വീട്ടുകാരുടെ സഹായവും അവർക്ക് കിട്ടുന്നില്ല. സ്റ്റീഫൻ അത്രയും കാലം അയാളുടെ സമയവും അധ്വാനവും എല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ് ചിലവഴിച്ചത്. ഇപ്പോൾ അയാളുടെ കയ്യിൽ അത്യാവശ്യങ്ങൾക്ക് പോലും പണമില്ലാതായി. ഇനി സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്താലേ സ്വന്തം കുടുംബം പോലും നോക്കാനാവൂ എന്ന് മനസ്സിലാക്കുന്ന നെട്ടൂരാൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നു. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജിയുമായി ചേർന്ന് പോകില്ലെങ്കിലും അയാൾ ബിസിനസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. നെട്ടൂരാൻ കോൺട്രാക്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അയാളുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് അയാൾ ഒരു സക്സസ്ഫുൾ വെൽത്തി ബിസിനസ്മാനായി മാറുന്നു. ഇപ്പോൾ ഒരു പണക്കാരനായ മുതലാളിയായി മാറുന്ന നെട്ടൂരാൻ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനായി വീണ്ടും വരുമ്പോൾ ഇന്ന് ഭരണപക്ഷ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റുകാർ അയാളെ അവരുടെ തൊഴിലാളി പാർട്ടിയിൽ ചേർക്കാൻ തയ്യാറാവുന്നില്ല. അത് പറഞ്ഞ് അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുന്നു. എതിർപ്പിനെ തുടർന്ന് നെട്ടൂരാൻ ഇറങ്ങിപ്പോവുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പോൾ ആന്റണിയും നെട്ടൂരാനും ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റെല്ല എന്നൊരു പെൺകുട്ടിയുമായി ആന്റണി ശാരീരികമായി ബന്ധപ്പെട്ടിരുന്നു. പിന്നീടാണ് അവർ പോലീസിൽ കീഴടങ്ങിയത്. ആ ബന്ധത്തിൽ സ്റ്റെല്ല ഗർഭിണിയാവുകയും അവർക്കൊരു മകനുണ്ടാവുകയും ചെയ്തു. ഇത് ആന്റണി അറിഞ്ഞിരുന്നില്ല. പിന്നീടൊരിക്കൽ ഇതേക്കുറിച്ചറിയുന്ന ആന്റണി സേതുലക്ഷ്മി അറിയാതെ സ്റ്റെല്ലയെയും മകനെയും സംരക്ഷിക്കുന്നു. അവർക്ക് വീടെടുത്തു കൊടുക്കുകയും അവരെ ഇടയ്ക്ക് സന്ദർശിക്കുകയും ചെയ്യുന്നു. വ്യവസായ മന്ത്രിയുടെ രാത്രികാല സന്ദർശനം ചർച്ചയാവുകയും സേതുലക്ഷ്മി അറിയുകയും ചെയ്യുന്നു. ആ കാര്യം പറഞ്ഞ് ആന്റണിയും സേതുലക്ഷ്മിയും തർക്കിക്കുകയും മന്ത്രിമാർ തമ്മിലുള്ള പ്രശ്നം സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം ആന്റണി മരിക്കുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. നെട്ടൂരാൻ DKയുടെ കല്ലറയ്ക്കരികിൽ അയാളുടെ മകനുമായി വന്ന് പറയുന്നു, തൻ്റെ മകനും ഒരു നാൾ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി മാറുമെന്ന്. കമ്മ്യൂണിസം എന്ന ഐഡിയോളജി എത്രമാത്രം പ്രായോഗികമാണ് എന്ന് വളരെ കൺവിൻസിംഗ് ആയി കാണിക്കുന്ന ഒരു സിനിമയാണ് ലാൽ സലാം.
ജന്മിത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലത്ത് നാട്ടുപ്രമാണിമാർ ഭൂമി മുഴുവൻ അടക്കിപ്പിടിച്ച് പാവപ്പെട്ട തൊഴിലാളികളെ കൊണ്ട് കഠിനമായി ജോലിയെടുപ്പിച്ച് അർഹമായ കൂലിയോ ഭക്ഷണമോ പോലും കൊടുക്കാതിരുന്ന കാലത്ത് കമ്മ്യൂണിസം ആവശ്യമായിരുന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന പ്രശസ്തമായ വരികൾ കേട്ടിരിക്കും. കൃഷിഭൂമി കർഷകന് എന്ന കമ്മ്യൂണിസ്റ്റ് ആശയം വെളിപ്പെടുത്തുന്നതാണ് ഈ വരികൾ. പാവങ്ങളെ അന്യായമായി ചൂഷണം ചെയ്തിരുന്ന കാലത്ത് കമ്മ്യൂണിസം വന്നു, വിപ്ലവം നടത്തി. നാം അതിൽ വിജയിച്ചു. സിനിമയിൽ തന്നെ സ്റ്റീഫൻ നെട്ടൂരൻ അയാളുടെ അധ്വാനവും സമയവും എല്ലാം പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു, മാറ്റം കൊണ്ടുവന്നു. തൊഴിലാളികളും പാവപ്പെട്ടവരും തന്നെ മുതലാളിമാരായി മാറി. പിന്നീട് മാറിയ കാലത്തിന് കമ്മ്യൂണിസം ആവശ്യമില്ല. കർഷകർക്ക് കൃഷിഭൂമിയും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനവും തൊഴിലവസരങ്ങളും കിട്ടാൻ പ്രാപ്തരാക്കി. അതിൻ്റെ ചുവട് പിടിച്ച് ഉയർന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, യൂണിയനുകൾ ആളുകൾക്ക് ഉപകാരത്തിനേക്കാളേറെ ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ ലോൺ എടുത്തും കടം വാങ്ങിയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സംരംഭങ്ങൾ പൂട്ടിക്കാൻ യൂണിയൻ ഗുണ്ടകൾ കാരണമായി. പാർട്ടിയുടെ ഗുണ്ടകൾ നെട്ടൂരാനോട് കാണിക്കുന്ന ധാർഷ്ട്യം സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു സാധാരണ സ്ത്രീയായിരുന്ന സേതുലക്ഷ്മി മന്ത്രിയായതിനു ശേഷം അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, അവരുടെ ധാർഷ്ട്യം, ധിക്കാരം എല്ലാം സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ പല കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെയും MLA-മാരെയും കാണുമ്പോൾ നമുക്കിത് വെളിവാവുന്നതാണ്. ആൻ്റണി അയാളുടെ ജീവൻ പോലും പണയം വെച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയിരുന്ന ഒരാളാണ്. എന്നാൽ ഒളിവിൽ കഴിയുമ്പോൾ സ്റ്റെല്ലയോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, അവരുമായി ശാരീരിക ബന്ധം വരെ ആകുമ്പോൾ അയാൾ സേതുലക്ഷ്മിയെ ഓർക്കുന്നില്ല. ആ 2 സ്ത്രീകളെയും അയാൾ വഞ്ചിക്കുകയായിരുന്നു. ഒരേ സമയം പാവങ്ങളുടെ രക്ഷകനും സ്ത്രീകളെ വഞ്ചിക്കുന്നവനുമാകുന്നു. യഥാർത്ഥത്തിൽ അയാൾ ഒരു കപട മനുഷ്യനായിരുന്നു എന്ന് സംശയം തോന്നി. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരെ കാണുമ്പോൾ, അവരുടെ അളവറ്റ സ്വത്തുക്കൾ കാണുമ്പോൾ, അവരിൽ പലരുടെയും പാവങ്ങളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ കമ്മ്യൂണിസം നാശം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് തോന്നാറുണ്ട്. ഒരിക്കൽ ഒരു യൂണിയൻ നേതാവായ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ എന്തോ കാര്യത്തിന് ഒരു ഉച്ച സമയത്ത് വിളിച്ചു. ഫോൺ എടുത്തപ്പോൾ ജോലിസ്ഥലത്താണോ തിരക്കിലാണോ എന്ന് മുഖവുരയായി ചോദിച്ചു. അല്ല, തിരക്കിലൊന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. രാവിലെ പോയി മുഖം കാണിച്ച് ഇങ്ങ് പോരും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പോകും. ആരും ചോദിക്കില്ല. ചോദിച്ചാൽ യൂണിയൻ ഇടപെടുമെന്നും മുകളിൽ നിന്ന് വിളി വരുമെന്നും അറിയാം. മാസം കൃത്യമായി ശമ്പളം വന്നോളും. ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയാണെന്ന് അറിയാമല്ലോ എന്ന്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നി. ഇതാണ് പാർട്ടി പ്രവർത്തകരുടെ ആറ്റിറ്റ്യൂഡ്. ഇത്തരം ആറ്റിറ്റ്യൂഡുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇന്നത്തെ സമൂഹത്തിന് കമ്മ്യൂണിസം നാശമാണ് ഉണ്ടാക്കുന്നത് എന്ന് തോന്നാറുണ്ട്. പിന്നെ മുതലാളിമാർ തൊഴിൽ ദാതാക്കൾ കൂടിയാണ്. അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് വളരാനാവില്ല. ആശയപരമായി തന്നെ ഇത്തരം ഒരുപാട് പൊരുത്തക്കേടുകൾ കമ്മ്യൂണിസത്തിൽ ഉണ്ട്.